Hello friends, welcome to Shruti's Food Lab. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അവൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം ബട്ടർ ആയാലും ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1.5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ നെയ്യിൽ തന്നെ നമുക്ക് അവൽ വറുത്തെടുക്കാം. 2 കപ്പ് അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത് അവൽ വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് വറുത്തെടുക്കാം. അവലിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പിന്നീട് നമ്മൾ ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാവും. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ മാത്രമേ തിളപ്പിച്ചെടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവൽ വെന്ത് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. 2-3 മിനിറ്റ് മതിയാവും. പായസം ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം 1-2 മിനിറ്റ് കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടി കുറുക്കിയെടുക്കാം. അങ്ങനെ അവൽ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് വെറും 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.